നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഴ നിനക്ക് പിറന്ന നിന്റെ മകള് തന്നെയാ കാർത്തി. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മകള്. നിനക്ക് മഴമോളുമായിട്ടുള്ള ബന്ധം ഈ ജന്മത്തിൽ തന്നെയാ. മാസ്റ്റേ, നമുക്ക് കുറച്ചേരം ചെസ് കളിക്കാം. പിന്നെന്താ, ചെസ് കളിക്കാലോ. എങ്കിൽ നിങ്ങൾ കളിക്ക, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. മാസ്റ്റേ, മാസ്റ്റർ എപ്പോഴാ സ്കൂളിലേക്ക് വരുന്നേ? മാസ്റ്റർ സ്കൂളിൽ വരാത്ത കാരണം എനിക്ക് സ്കൂളിൽ പോവാൻ തോന്നുന്നേ ഇല്ല. സോറി മോളെ, സ്കൂളിൽ എക്സാം നടക്കുന്നോണ്ടല്ലേ മാസ്റ്റർ വരാത്തത്. എക്സാം കഴിഞ്ഞാൽ ഉടനെ മാസ്റ്റർ അങ്ങ് വരും. കളിക്ക. ഓ, ചെക്ക്. അയ്യോ. റെഡി? 1 2 3 4 5 4 അതെ, 5. ഭക്ഷണം റെഡിയാ. രണ്ടാളും കൈ കഴുകി വാ, കഴിക്കാം. ഓക്കെ, കഴിച്ചാലോ? ആ, കഴിക്കാം. വാ. മോള് കഴിക്കും. കഴിക്കാം. ഞാനുണ്ടാക്കിയത് മാസ്റ്ററിന് ഇഷ്ടായോന്നറിയില്ല. മാസ്റ്റേ, ഈ അമ്മൂമ്മ ഉണ്ടാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാ. അത് മോക്ക് എങ്ങനെ അറിയാം? മഴമോള് എന്റെ തൊട്ടടുത്ത വീട്ടിലല്ലേ, മിക്കവാറും ഞാൻ മോൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഓ, അത് ശരി. മാസ്റ്റേ, മാസ്റ്റേ, വേറെ കാര്യമുണ്ട്. എന്താ? മാസ്റ്റേ, ആശുപത്രി കിടന്നപ്പോ ഞാൻ ദൈവത്തിനൊരു വഴിപാട് നേർന്നായിരുന്നു. അത് കൊള്ളാലോ. എന്ത് വഴിപാടാ നേർന്നത്? നമ്മുടെ സ്കൂളിന്റെ അപ്പുറത്തെ ഒരു അമ്പലമില്ലേ, അവിടെ മാസ്റ്ററിനെ കൊണ്ടുപോയി തൊഴാമെന്ന്. ആഹാ, അത്രേ ഉള്ളോ? നാളെ അമ്പലത്തിലേക്ക് മാസ്റ്റർ വരുമോ? പിന്നെന്താ, വരാല്ലോ. അങ്ങനെയാണെങ്കിലേ രാവിലെ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാനും അമ്മുമ്മയും കൂടെ അവിടെ വരാം. മാസ്റ്റർ അവിടെ വന്നാ മതി. ഓക്കേ? ഓക്കെ, ഇപ്പൊ മോള് ഭക്ഷണം കഴിക്കാം. മോൾക്ക് മാസ്റ്റർ ഉരുള തരട്ടെ? ആ, ആ ആ. ആ, മിടുക്കി. മാസ്റ്ററിന് ഞാനൊരു ഉരുള തരട്ടെ? ആ
ഉത്തമൻ സാറ് ബാക്കി പറഞ്ഞില്ല. ബാക്കി എന്താ സാറേ, ഈ IAS ഓഫീസർമാർക്ക് ഒരു ഗുണമുണ്ട്. സർവീസ് കയറാൻ പറഞ്ഞ കുറച്ച് ദിവസമൊക്കെ ചുറ്റി തിരിഞ്ഞ് നടക്കും. പക്ഷെ നമ്മുടെ ശരത്ചന്ദ്രൻ സാർ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്. വേറൊരു ഉദ്ദേശോ? അതെന്താ? അതാണ് ചോദ്യം. അതെന്താ? ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അത് ഒരു പരസ്പരം സഹായ സഹകരണ സംഘമാണ്. സസ്പെൻഷനിലായിരുന്ന ശരത്ചന്ദ്ര സാറിനെ സുന്ദരി ഇടപെട്ട് സർവീസിൽ തിരിച്ചെടുത്തു. അപ്പതേ സുന്ദരിയുടെ കസേര തെറിച്ചു. സ്വാഭാവികമായിട്ടും ശരത്ചന്ദ്ര സാറ് ഇനി എന്തായിരിക്കും ചെയ്യുക? സുന്ദരിയെ തിരികെ കയറ്റണം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സുന്ദരിയെ തിരിച്ചെടുക്കാവുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗംഭീരമായിട്ടല്ലേ ഉത്തമൻ സാർ അവളെ കുടുക്കിയത്. അത് പോയിന്റ്. പക്ഷേ അവിടെ തന്നെയാണ് അതിന്റെ കുഴപ്പവും. എന്ത് കുഴപ്പമുണ്ടെന്നാ സാർ ഈ പറഞ്ഞു വരുന്നത്? ക്രിസ്റ്റി സാർ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഒരു പ്രയോഗമുണ്ട്. കുടുക്കിയതാര്? ഉത്തമൻ സാർ, അതായത് ഈ ഞാൻ അല്ലേ? കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിപ്പിക്കുന്ന പഴയ ഒരു തന്ത്രമില്ലേ, അതാണ് ശരത് സാറ് പ്രയോഗിക്കാൻ പോകുന്നത്. എന്തെങ്കിലും മണം അടിച്ചോ സാറിന്? നല്ല മണം, ഒരപകടത്തിന്റെ നല്ല മണം വരുന്നുണ്ട് എനിക്ക്. വല വിരിച്ചിരിക്കുന്നത് എന്റെ മേലാ മേഡം. ആ ശരത്ചന്ദ്രൻ സാർ അറിഞ്ഞൊന്ന് കുരുക്ക് മുറുക്കിയ എന്റെ തൊണ്ട വരിഞ്ഞ് പൊട്ടും. വിഴുങ്ങിയത് മുഴുവൻ ഞാൻ ഛർദ്ദിച്ച് വെക്കേണ്ടി വരും. എന്നുവെച്ചാ കുറ്റസമ്മതം നടത്തേണ്ടി വരുമെന്ന് അല്ലേ? അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തി തടിയൂരാൻ ധൈര്യമുണ്ടോ ഉത്തമൻ സാറിന്? ചോദിച്ചത് കേട്ടില്ല ഉത്തമൻ. ഒറ്റുകാരന്റെ വേഷം കെട്ടുമോന്നോ? ഏയ്, എന്താ ക്രിസ്റ്റി ഇത്? വിട്. തുമ്മിയ തെറിക്കുന്ന മൂക്കാണെങ്കി അതങ്ങ് പോട്ടേന്ന് വെക്കണം സാറ്. കളക്ടർ ഓഫീസിലൊരു ജൂനിയർ സൂപ്രണ്ടിന്റെ ശമ്പളം കൊണ്ടല്ലല്ലോ ഉത്തമൻ സാറിന്റെ മക്കള് കഞ്ഞി കുടിക്കുന്നത്, ആണോ? തൊണ്ടക്കുഴിയിൽ ശരത്ചന്ദ്രന്റെ കുരുക്ക് മുറുകി ഛർദിച്ചു വെക്കുന്നതിന് മുമ്പേ ആ ജോലി അങ്ങ് രാജിവെച്ചേക്കണം ഉത്തമൻ സാറേ. സാർ ഓരോന്ന് പിടിപ്പിച്ചിട്ട് സുഖമായിട്ട് പോയി കിടന്നുറങ്ങ. അയ്യോ വേണ്ട മേഡം, ഇപ്പൊ തന്നെ കുറച്ച് ഓവറാ. ഡ്രൈവ് ചെയ്ത് പോകണ്ടല്ലേ? ഞാൻ ഇറങ്ങിക്കോട്ടെ ക്രിസ്റ്റി സാറേ. അയ്യോ, എന്നാലും മേഡത്തിനെ നിന്നിച്ചു പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഒരെണ്ണം കൂടി അടിക്കാം മേഡത്തിന് വേണ്ടി. സ്മെല്ലറിയാതിരിക്കാൻ ഇത് കയ്യിലിരിക്കട്ടെ. ഗുഡ് നൈറ്റ്.